ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ നമ്മുടെ തിരുമാലിയിലുള്ള ഡേവിഡ് പാസ്റ്റർക്ക് ഒരു മറുപടി കൊടുക്കുവാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ആ സംശയങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യഹോവ പ്രത്യക്ഷനായി എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, മോശ പറയുന്നു യഹോവ എന്നുള്ള നാമത്തിൽ അവർക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായെന്ന്. നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇത്രയും പറഞ്ഞാൽ മതി. പ്രത്യക്ഷനാകുന്ന സമയത്ത് യഹോവ എന്നുള്ള പേരിൽ അല്ല, പക്ഷെ ഇത് താൻ എഴുതി വെക്കുന്ന സമയത്ത് യഹോവ എന്നുള്ള പേരിൽ പരിചയപ്പെടുത്തുന്നു. ഇതുപോലെ തന്നെയാണ് ക്രിസ്തു അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതെന്നാവുന്നു പറയുന്നതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നതും ഈ സംഭവം നടന്നതിന് ശേഷം, അതായത് യേശു ക്രിസ്തുവായി ഉയർത്തപ്പെട്ട് അതിൻ്റെ ദൗത്യം ആരംഭിച്ചതിന് ശേഷമാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി എന്ന് ഞാൻ കരുതുന്നു. അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് മമ്രയുടെ തോപ്പിൽ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അബ്രഹാം കൂടാരം മാറ്റി മാറ്റി അടിക്കുകയുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ കൂടാരം എവിടെയാണ് എന്ന് പറയുന്നില്ല. ഒരു പക്ഷേങ്കിൽ മമ്രയുടെ തോപ്പിൽ തന്നെ ആയിരിക്കാം. എന്തെങ്കിലും ആകട്ടെ, എവിടെയെങ്കിലും ആകട്ടെ, നമ്മുടെ ആശയം എത്രേ ഉള്ളൂ, അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. വരുന്നതല്ല കണ്ടത്, തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. വരുന്നത് കാണാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും അവിടെ പ്രത്യക്ഷമാകുകയാണ് ചെയ്തത്. നമുക്ക് സാമാന്യ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അടുത്തത്, അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു നിലം വരെ കുനിഞ്ഞു. നിലം വരെ കുനിഞ്ഞിട്ട് വിളിക്കുന്നത് ഇങ്ങനെയാണ്: യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താൻ കണ്ടത് 3 പേരെയാണ്. പക്ഷെ വിളിക്കുന്നത് യജമാനന്മാരെ എന്നല്ല, യജമാനനെ എന്നുള്ള ഏകവചനത്തിലാണ് അത് വിളിക്കുന്നത്. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, യജമാനനെ എന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ കാലുകൾ കഴുകട്ടെ. ശരിക്കും വ്യാകരണ നിയമം അനുസരിച്ച് യജമാനന്മാരെ എന്നായിരുന്നു വിളിക്കേണ്ടത്. പക്ഷേ ഇവിടെ യജമാനനെ എന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ കാലുകൾ കഴുകട്ടെ. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഈ 3 പുരുഷന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് വചനത്തിൽ നമുക്കൊന്ന് അന്വേഷിക്കാം. അതിൻ്റെ 22-ാമത്തെ വചനം വരുമ്പോൾ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞു സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അപ്പോൾ ആ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ 3 പേരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് പറയാണ്, അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അതിൻ്റെ 33-ാമത്തെ വചനം ഒന്ന് വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഈ 3 പേരിൽ ഒരാൾ യഹോവയായിരുന്നുവെന്ന് വളരെ വ്യക്തമായി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബ്രഹാം അവിടെ യഹോവയുടെ സന്നിധിയിൽ നിന്നുവെന്നും തുടർന്ന് അവർക്ക് സംസാരിപ്പാനുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു തീർന്ന ശേഷം അവിടെ നിന്ന് പോയി. വ്യക്തമായല്ലോ. എന്നിട്ട് അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്ക് പോയി. അപ്പൊ ഈ 3 പേരിൽ ഒരാൾ യഹോവയായിരുന്നു. ഇനി അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിൽ എത്തി. അപ്പോൾ ഇവിടെ അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നതിന് ശേഷം ആ 3 പേരിൽ ഒരാളായ യഹോവയും
അബ്രാഹാമും അവിടെ നിന്ന് സംസാരിച്ച് അവർ തമ്മിൽ പിരിഞ്ഞു. പക്ഷേ അവരിൽ രണ്ടുപേർ സൊദോമിലേക്ക് പോയി. അവിടെ പറഞ്ഞിരിക്കുന്ന പേര് അദൂതന്മാർ എന്നാണ്. ഇപ്പൊ ദൂതന്മാർ എന്ന് പറഞ്ഞതുകൊണ്ട് ദൂതന്മാർ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ന്യായമായിട്ടുള്ള 2-3 ചോദ്യങ്ങൾ അതിനകത്ത് വരും. യഹോവയുടെ സന്ദേശവാഹകരായ ദൂതന്മാർ യഹോവ ചെല്ലേണ്ടുന്ന ഇടത്ത് പകരമായി സന്ദേശം അറിയിക്കാൻ ചെല്ലുന്നവരാണല്ലോ. യഹോവ പോകുന്ന കൂട്ടത്തിൽ ദൂതന്മാരെ എന്തിനു കൊണ്ടുപോയി? അഥവാ അവർ ദൂതന്മാരാണെങ്കിൽ യഹോവ ഉള്ളപ്പോൾ യഹോവയുടെ കൂടെ നിന്ന് സംസാരിക്കാൻ ദൂതന്മാർക്കൊരു പദവി ഉണ്ടാകുമോ? വളരെ സാധ്യത കുറവാണ്. കാരണം യഹോവ കൊടുത്തുവിടുന്ന സന്ദേശങ്ങൾ അവർക്കറിയിക്കാം. പക്ഷെ യഹോവ കൂടെ നിൽക്കുമ്പോൾ അവർ യഹോവയുടെ ഒപ്പം സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ താൻ പാകം ചെയ്യിപ്പിച്ച കാളക്കുട്ടിയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട് നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിൽ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. ഇവിടെ ദൂതനെ കണ്ട് നമസ്കരിച്ചപ്പോൾ ദൂതനത് വിലക്കി. എന്നിട്ട് പറഞ്ഞ് ഞാനും നിന്നെ പോലെ സഹവൃത്യനാണ്, സർവശക്തിയുള്ള ദൈവത്തെ മാത്രമേ വണങ്ങാവുള്ളൂ, നമസ്കരിക്കാവുള്ളൂ എന്ന് താക്കീത് ചെയ്തു. അങ്ങനൊരു കാര്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കെ ഇവിടെ യഹോവയോട് കൂടി വന്ന ദൂതന്മാരുടെ മുമ്പിൽ അബ്രാഹാം വണങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും വണങ്ങത്തില്ല. എന്നാൽ മറ്റു ചില പ്രത്യേകതയിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ ആ 2 ദൂതന്മാരാരായിരിക്കാമെന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിൽ വരുമ്പോൾ, അതായത് ലോത്തിന്റെ ഭവനത്തിൽ ആ 2 ദൂതന്മാരിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം ഞാൻ വിവരിക്കുന്നില്ല. 11-ാം വാക്യം മാത്രം വായിക്കുകയാണ്. വാദത്തിലുണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃദ്ധം അന്ധത പിടിപ്പിച്ചു. ആരാണ് അന്ധത പിടിപ്പിച്ചേ? ഈ 2 ദൂതന്മാർ. ശ്രദ്ധിക്കണം, ദൂതന്മാർക്ക് ഒരു വ്യക്തിയെ അന്ധത പിടിപ്പിക്കാൻ കഴിയുമോ? എലീശ പോലും തൻ്റെ ഭൃത്യൻ്റെ കണ്ണു തുറക്കുവാനും അതോടൊപ്പം തന്നെ തന്നെ ചുറ്റിവളഞ്ഞ സൈന്യങ്ങളെ അന്ധത പിടിപ്പിക്കാനും യഹോവയുടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അത്രയും വലിയ അഭിഷേകമുണ്ടായിരുന്ന എലീശ അത് നേരിട്ട് ചെയ്തില്ല, യഹോവയോട് പറയുക ചെയ്തത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ദൂതന്മാർ അവിടെ അന്ധത പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവർക്കൊരു ദൈവികമായ അധികാരമുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാനിവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഈ 3 പുരുഷന്മാർ വന്നത് യഹോവയും പുത്രനും പരിശുദ്ധാത്മാവും തന്നെയാണ്. കാരണമുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്ന് പറയുകയും കാര്യത്തെ കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായിട്ട് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാരണം ആദിയിൽ ഉണ്ടായിരുന്ന ദൈവം അവൻ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. 2, അദ്ദേഹം 3 വ്യക്തികളാക്കുവാണ്. അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തൃത്വക്കാരനാണ്, ത്രിയേക ദൈവത്തിന്റെ വക്താവാണ്. എന്ന് പറഞ്ഞാൽ 3 വ്യക്തികൾ കൂടുന്ന ദൈവം എന്നുള്ള കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഡേവിഡ് എൽമാലി പാസ്റ്റർ. അദ്ദേഹത്തെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവർക്കത് തെളിയിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പതറുകയാണ്, അവർക്ക് ഉത്തരമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 3 വ്യക്തിത്വങ്ങൾക്ക് ദൈവത്വം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ദൈവങ്ങളായി തീരുമെന്ന് അവർക്ക് തോന്നൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയും അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെ മറ്റുള്ളവർ ഏകദൈവത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഏകദൈവത്തെ കുറിച്ച് പറയുന്നവർക്ക് എതിരായിട്ട് ചെയ്യുക എന്നുള്ളത് അവർക്കൊരു ഹോബിയായി ഇക്കാലങ്ങളിൽ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫലമാണ് നമ്മളിപ്പോ കേട്ടത്. അദ്ദേഹം പറഞ്ഞത് ആദിയിലെ വചനമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആദിയിൽ ഉണ്ടായിരുന്ന വചനം എന്ന് പറയുമ്പോൾ അത് 2ാമത്തെ വ്യക്തിയാണ്. അപ്പം അദ്ദേഹം പല കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. മമ്രയിലെ തോപ്പിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബൈബിളിൽ അദ്ദേഹം പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നാണ് എഴുതിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ ബൈബിളിൽ യഹോവയും 2 ദൂതന്മാരും അവിടെ വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബൈബിളിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്?
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് വന്നിരിക്കുന്നതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ആ വീഡിയോയിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൂതന്മാർക്ക് എന്താണ് ദൈവം പ്രത്യേകിച്ച് പവർ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം അവരൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, അല്ലെ? അപ്പോ നമ്മൾ മിഖായേലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ദാനിയേലിന്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോ അവിടെ മിഖായേല് ഗബ്രിയേൽ ദൂതനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുമ്പോ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുമ്പോ പിശാച് തടസ്സപ്പെടുത്തുമ്പോ അവിടെ മിഖായിൽ പ്രവർത്തിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ മിഖായിൽ എന്ന മാലാഹ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ദൈവദൂതൻ പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇങ്ങനെയെല്ലാം പല ഭാഗത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ രക്ഷിക്കുവാനായിട്ട്. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കൾ എന്നാണ് പുതിയ നിയമത്തില് ആരെക്കുറിച്ച് പറയുന്നത്? ദൂതന്മാരെ കുറിച്ച് പറയുന്നത്. അപ്പൊ ദൂതന്മാർക്ക് വലിയ പവർ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ദൈവം അവർക്ക് പവർ ഒന്നും കൊടുത്തിട്ടില്ല, ശക്തി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് എല്ലാത്തിനും മറുപടി തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് അറിയാം അദ്ദേഹം പറഞ്ഞതിലുള്ള തെറ്റ് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട ഒരു വാസ്തവപരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് വേറൊരാള്, പുത്രൻ വേറൊരാള്, പരിശുദ്ധാത്മാവ് വേറൊരാള്. അപ്പൊ അദ്ദേഹം അതിനകത്ത് ഒത്തിരി ഉദാഹരണങ്ങളൊക്കെ ഉദാഹരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഉദാഹരിക്കാൻ ശ്രമിക്കുന്ന ഉദാഹരണങ്ങളൊക്കെയും എന്താണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല ഉദാഹരണങ്ങളായിരിക്കാം, അല്ലേ? ഞങ്ങള് പല പ്രാവശ്യം ഇതിനൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെയും പിന്നെ ഇത് പറഞ്ഞ് ഓരോന്നും വീഡിയോയുടെ ക്ലിപ്പുകൾ എടുത്ത് അതിന് മറുപടി നൽകേണ്ട കാര്യമില്ല. കേൾക്കുന്നവർക്കറിയാം ദൈവം ഏകനാണ്, ഏകദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് 3 പേര് കൂടിയതാണ്. മമ്രയുടെ തോപ്പിലെ തന്നെ ഞാൻ മമ്രയുടെ തോപ്പിലെ പല പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഈ മമ്രയുടെ തോപ്പിലെ കാര്യങ്ങൾ, അല്ലെ? അദ്ദേഹം പറയുകയാണ് മമ്രയിലെ തോപ്പിൽ വന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ ബൈബിളിൽ ഉണ്ടായിരിക്കും. ഞാനത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്കറിയാം. കാരണം നിങ്ങൾ ബൈബിള് തുറന്ന് വായിക്കുമ്പോൾ അറിയാം അവിടെ എഴുതിയിരിക്കുന്ന യഹോവയും 2 ദൂതന്മാരും അവിടെ കിടന്നു വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം അത് അദ്ദേഹം തിരുത്തിയിട്ട് അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവാക്കി. അതിന് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വഴി എന്താണ്? അദ്ദേഹം കണ്ടുപിടിച്ച വഴി ഇത് തന്നെയാണ്. എന്താ? കാരണം ദൂതന്മാർക്ക് പവർ ഇല്ല. അതാണ് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ന്യായം എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം പോയിരിക്കുന്ന ഉൽപ്പത്തിയിലേക്ക്. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മുടെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ബന്ധത്തില് നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ 3 പേരുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അത് 3 പേരുള്ള വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹം പല വർഷങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിന്റെ ജനങ്ങളെ പഠിപ്പിക്കുന്ന, അദ്ദേഹത്തിന്റെ വിശ്വാസികളെ പഠിപ്പിച്ചു വരുന്ന കാര്യങ്ങൾ എന്താണ്, ഇപ്പോൾ അദ്ദേഹത്തിന് അത് മാറ്റാൻ കഴിയുകയില്ല. അപ്പോ ഇത് ഏകദേശം 3 ദൈവം അല്ല എന്ന് വരെ തെളിയിക്കേണ്ട ആവശ്യകതയിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെയൊക്കെ വലിയ പണ്ഡിതനായ നമ്മുടെ അനിൽ കൊടിത്തോട്ട് സാർ, സാറിന്റെ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം. ഞാൻ ആ വീഡിയോയും കൂടെ നിങ്ങളുടെ അറിവിന് വേണ്ടി ട്രിനിറ്റി എന്നത് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർക്കിടയിൽ പഠിപ്പിക്കലായി വന്ന ഒരു ഉപദേശമല്ല. പാതി വെട്ടിയെടുത്ത് ഇടുന്നവർക്ക് ഈ വാക്ക് പ്രയോജനം ചെയ്യും എന്ന് തോന്നുന്നു. ട്രിനിറ്റി ചിരപുരാതനമായ ദൈവിക സത്യമാണ്. അത് ട്രഡീഷണലാണ്. ഏറ്റവും പൗരാണികമായ പഠനം ട്രിനിറ്റിയാണ്. അപ്പൊ അനിൽ കൊടിത്തോട്ട് സാറ് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. അനിൽ കൊടിത്തോട്ട് സാറ് പറഞ്ഞ തൃത്വവും ത്രിയേകതയും ഒക്കെ അപ്പോസ്തലന്മാർ യേശു ക്രിസ്തു എന്ന് പഠിപ്പിച്ചതല്ല. പിന്നെ പിതാക്കന്മാരെ പഠിപ്പിച്ചത്, അല്ലേ? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിനും യേശുക്രിസ്തു പഠിപ്പിച്ചതിനും ഒക്കെ വിപരീതമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ
ഇത്രയധികം ദൈവം പഠിച്ച ഡേവിഡ് സാറിന് അല്ലെങ്കിൽ ഡേവിഡ് പാസ്റ്റർ ഡേവിഡിന് അറിയത്തില്ലേ ഈ പറയുന്നതൊക്കെ തെറ്റാണോ എന്നുള്ളത്? കാരണം പിതാക്കന്മാർ പറയുന്നതാണ് ശരിയെങ്കിൽ, കാരണം അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന് വിപരീതമായത് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം 3 വ്യക്തിത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മള് പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് ഞാൻ പ്രധാനമായിട്ട് കുറെ വാക്യങ്ങൾ അതിനുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാം. കാരണം ഉൽപ്പത്തിയില് പുള്ളി പറയുന്ന പോലെ തന്നെ യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടില്ല. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് ഓരോന്നും എടുത്ത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മള് അതിന് പ്രധാനമായിട്ട് ഞാൻ വാക്യം വായിക്കാനായിട്ട് പോവാണ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലാണ് ഞാൻ ആദ്യം തന്നെ വായിക്കാനായിട്ട് പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം. 29-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതിന് യേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അപ്പൊ ദൈവത്തെ ഇവിടെ കർത്താവ് എന്നാണ് വിളിച്ചിരിക്കുന്നത്, അല്ലെ? കർത്താവ് ഏക മധ്യസ്ഥനായി കർത്താവ് ഉണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വചനങ്ങളിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവ് എന്ന് പറയുന്നത് യേശു കർത്താവ് എന്ന് പറയുന്നു, യഹോവയായ കർത്താവ് എന്ന് പറയുന്നു. അപ്പോ ഇവിടെ പറയുകയാണ് ഏക കർത്താവ്. അപ്പൊ അതൊരു മുഖ്യ കൽപ്പനയാണ്. പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നാണ് ഏക കർത്താവ് എന്നുള്ളത്. അപ്പൊ ഈ ഏക കർത്താവ് എന്നുള്ളതിൽ 2 കർത്താക്കന്മാരുണ്ടോ? 2 കർത്താക്കന്മാരില്ല. യേശുവിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഒരു കർത്താവും. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം നമ്മള് രണ്ടാമതൊരു ചോദ്യം കൂടെ ചോദിക്കേണ്ടതായിട്ട് വരും. തോമസ് ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യമുണ്ട്. തോമസ് ചോദിക്കുന്ന ചോദ്യം എന്താണ്? എന്റെ കർത്താവും എന്റെ ദൈവമായി ഉള്ളവർ എന്നാ വിളിക്കുന്നത്. എന്നാ പിന്നെ യേശു കർത്താവിനെ തോമസ് കർത്താവെന്ന് വിളിച്ചാൽ പോരെ? വ്യക്തിത്വമല്ലേ? കാരണം രണ്ടാമത്തെ വ്യക്തിയാണ്. ദൈവത്തിലുള്ള പ്രധാന വ്യക്തിത്വത്തെ കുറിച്ച് പറയുമ്പോൾ 3 വ്യക്തികളും 3 പേർക്കും വ്യക്തിത്വം, 3 പേരും ദൈവമാണ്, അല്ലെ? 3 പേർക്കും ദൈവത്വമുണ്ട്. അപ്പോസ്തലന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിന് ദൈവത്വമുണ്ട്, അല്ലെ? യഹോവ ദൈവത്തിനും പഴയ നിയമത്തിലെ യഹോവയ്ക്ക് ദൈവത്വമുണ്ട്. ഇപ്പൊ പറയുന്ന പരിശുദ്ധാത്മാവിന് ദൈവത്വമുണ്ട്. ദൈവ ആത്മാവിൽ നിന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. അപ്പം അടിമാലി സാറിന്റെ അഭിപ്രായത്തില് എന്താണ്? 3 ദൈവങ്ങളുണ്ട്. അദ്ദേഹം സമ്മതിക്കുന്നില്ലെങ്കിലും നേരത്തെ ഒരു മനോജ് ബാസു പറഞ്ഞതുപോലെ 3 ദൈവങ്ങളാണ്. എനിക്ക് എന്താ കുഴപ്പം, ഞാൻ 3 ദൈവങ്ങളുള്ള ആളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞു വരുന്നതിന്റെ പ്രധാനമായ പൊരുള്. പക്ഷേ അദ്ദേഹത്തിന് 3 വ്യക്തികളാണെന്നേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം 3 സിംഹാസനം വരെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ സാറിനോട് പറയുന്നതുപോലെ 3 സിംഹാസനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പം എന്താണ്, ലൂസിഫർ അവിടെ ഒന്ന് നോക്കിയപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുള്ള സ്നേഹബന്ധത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോ എന്താണ്, അവന് പെട്ടെന്ന് അസൂയ തോന്നി. അപ്പൊ അവരെ പോലെ സമനാകണം എന്ന് തോന്നി എന്ന് പറഞ്ഞ വ്യക്തികൾ പോലും ഇവിടെ ഉണ്ട്. അങ്ങനെ പ്രസംഗിച്ച വലിയ വലിയ ദേവദാസന്മാരെന്ന് പറയുന്ന ആൾക്കാർ കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ ഡേവിഡ് പാസ്റ്റർ മാത്രം, ഡേവിഡ് പാസ്റ്റർ 3 പേരുണ്ട്. മമ്മനയുടെ തോപ്പിലെ കാര്യം പറഞ്ഞ യഹോവയും 2 ദൂതന്മാരും, അത് ബൈബിളിനകത്ത് വായിക്കണം. അതിനിടയ്ക്ക് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദേവദാസന്റെ പേര് അദ്ദേഹം ഉന്നയിച്ചു. അതായത് യെശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം എടുത്തിട്ടാണ് അദ്ദേഹം 16-ാമത്തെ വാക്യം എടുത്തിട്ടാണ് അത് ചോദിച്ചപ്പം എന്താണ് അദ്ദേഹം പഠിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അത് എന്തർത്ഥത്തിലാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകില്ല. കാരണം 48-16 യേശയ്യാവിന്റെ പുസ്തകം 48-16 പറഞ്ഞേക്കുന്ന കാര്യമൊക്കെ എടുത്തിട്ട് എത്രയോ പ്രാവശ്യം അത് വിവരിച്ചിട്ടുള്ള കാര്യമാണ്. ഡേവിഡ് പാസ്റ്റർ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. അത് ഞങ്ങളുടെ തെറ്റല്ല. ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. സാറിനോട് പഠിച്ചിട്ട് വരാമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ സാറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സാർ പറയരുത്. കാരണം ഞങ്ങളുടെ പേര് ഉന്നയിച്ചിട്ട് പറയുകയാണ് 48-16 കാരണം ചോദിച്ചപ്പോഴത്തേക്കും ബൈബിൾ എടുത്ത് വായിച്ച്
അപ്പൊ സാറ് വായിക്കണം ബൈബിൾ. കാരണം സാറാണ് മമ്രയുടെ തോപ്പില് ബൈബിളിൽ സാറ് തിരുത്തി. അപ്പോ ഞങ്ങൾക്ക് പഠിച്ചിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കറിയാം ദൈവം ഏകനാണെന്ന്. മുഖ്യ കൽപ്പനയാണ് ഏക കർത്താവ് എന്നുള്ളത്. മുഖ്യ കൽപ്പനയാണ്. മുഖ്യ കൽപ്പന കൂടാതെ തന്നെ വേറൊരു വാക്യം കൂടി നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വേറൊരു വാക്യം കൂടി ഞാൻ അതിന് ബദലായിട്ട് ഞാൻ പറയാം. അത് എഫേസ്യരുടെ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. അപ്പം ഇവിടെ ഇദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 3 പേര് അല്ലെ. ഇവിടെ എവിടെയെങ്കിലും മൂവരെന്നൊരു വാക്ക് ഉപയോഗിച്ചതായിട്ട് അടിമാലി സാർ കണ്ടോ? എനിക്കറിയത്തില്ല. അടിമാലി സാർ എന്താ ഈ പറയുന്നത് എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞത് അവിടെ മൂവര് എന്ന് ഉണ്ട്. മൂവര് എവിടെയാണ്? 3 സാക്ഷികൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ആ വാക്യം ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 4-ാം അധ്യായത്തില് 4-ാം വാക്യത്തിൽ പറഞ്ഞൊക്കെയാണ് ഒരു ശരീരം, ഒരാത്മാവ്, ഒരുവൻ. മൂവരാണെന്ന് പറയുന്നില്ല. അതെന്താണ് അപ്പോസ്തലന്മാർ മൂവരാണെന്ന് പറയുന്നത്? അടിമാളി സാറിന്റെ അഭിപ്രായത്തിലാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മീയ വീക്ഷണത്തിലാണെങ്കിൽ അപ്പോസ്തലന്മാർ മൂന്ന് പേരുണ്ടെന്ന് പറയണം. പക്ഷേ 3 പേരുണ്ടെന്ന് അപ്പോസ്തലന്മാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേഷത്തിൽ മനുഷ്യനായി എന്ന് പറയുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, പല നാളുകളായിട്ട് വിവരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എങ്കിലും ഇപ്പോ സാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം വളരെ തെറ്റായ ഒരു സമീപനമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ തൃത്വം എന്ന് പറയുന്ന ഈ സങ്കല്പം എന്താണ്, തെറ്റാണെന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. അത് എന്റെ കുഴപ്പമല്ല, ഞങ്ങളുടെ ആരും മിസ്റ്റേക്ക് അല്ല. ദൈവം ഏകനാണെന്നാണ് ബൈബിൾ എഴുതിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ത്രിയേകനാക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പ്രാർത്ഥമില്ല. അത് ദൈവവചന വിരുദ്ധമായ കാര്യമാണ്. ഞങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായി ആരെങ്കിലും പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന് വിപരീതമായിട്ട്. അപ്പം അപ്പോസ്തലന്മാരാണോ ഈ പറയുന്ന തൃത്വം ഉണ്ടാക്കിയവരാണോ സത്യമെന്ന് ആദ്യം ചിന്തിക്കേണ്ടതായിട്ട് വരും സാറേ. അതുകൊണ്ട് ഈ തൃത്വം എന്ന് പറയുന്ന സംഗതി ബൈബിളിൽ ഇതുവരെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ടൈറ്റിൽ കണ്ട ഉടനെ തൃത്വമാണെന്ന് പഠിപ്പിക്കുന്നത് ശരിയായ ഒരു നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. മുഖ്യ കൽപ്പന എന്ന് പറയുന്നത് ഏക കർത്താവെന്നാണ്. അപ്പൊ മൂവരാണ് എന്ന് പറയുവാനായിട്ട് കഴിയുമോ? കഴിയത്തില്ല. ദൈവം ഏക കർത്താവെന്നാണ് പറയുന്നത്. അപ്പം 3 വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവരാണ് എന്ന് എഴുതണമായിരുന്നു. പക്ഷെ മൂവരാണെന്ന് ഒരു വാക്യം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? കാണിക്കാൻ കഴിയില്ല. ഒരു സ്നാനമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം സ്നാനത്തിന്റെ കാര്യവും അങ്ങ് വിശദീകരിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷേ സ്നാനത്തിനകത്തും എന്താണ്, ഒരു സ്നാനമേ പറയുന്നുള്ളൂ. അപ്പോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം തന്നെ. അതാണ് ഒന്നെന്ന് പറഞ്ഞേക്കുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും അതിനകത്ത് കാണാനില്ല. കാരണം 2 സ്നാനം ഇല്ല. അല്ലെങ്കിൽ പിന്നെ അപ്പോസ്തലന്മാര് കള്ളത്തരം പറഞ്ഞാൽ വരും. 2:38 പത്രോസ് പറഞ്ഞതും മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി പറഞ്ഞതും 2 സ്നാനമായി തീരും. അതുകൊണ്ട് സാറ് പറഞ്ഞതിൽ സാറിന്റെ സംശയങ്ങളല്ല. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ സിദ്ധാന്തങ്ങൾ തെറ്റുന്നു, അല്ലെങ്കിൽ ആളുകൾ ഇപ്പോൾ ആ സിദ്ധാന്തത്തിന് എന്ത് ചെയ്യുന്നില്ല, വില വെക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ സാറ് ഇങ്ങനെയൊന്ന് ഞങ്ങൾക്കെതിരെ ഒന്ന് പ്രയോഗിച്ചു തുടങ്ങാൻ ഞങ്ങൾക്ക് ഉത്തരവില്ല എന്ന് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമായി എന്നുള്ളതാണ് സാറിനോട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എല്ലാം വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് പല പ്രാവശ്യമായിട്ട് വിവരിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് വിവരിക്കേണ്ട കാര്യമില്ല. മമ്രയുടെ തോപ്പിലെ കാര്യം ഞാൻ ഒന്നുകൂടി സാറിനെ ഓർപ്പിച്ചുകൊണ്ട് ഞാനത് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോ. മമ്രയുടെ തോപ്പില് അത് 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ
18-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ഇരിക്കുന്നത്. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി എന്ന് കാണുന്നു. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടി ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. അപ്പൊ ദൂതന്മാരുടെ മുമ്പിലല്ല, യഹോവയുടെ ദൈവത്തിന്റെ മുമ്പിലാണ് അബ്രഹാം വീണത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ദൂതന്മാരുടെ മുമ്പിൽ വീണെന്നൊക്കെയാണ് താങ്കളുടെ അഭിപ്രായത്തിൽ. അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ ഇല്ല. ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ താങ്കൾ പറയാനായിട്ട് മുതിരുന്നത് വളരെ കഷ്ടം തന്നെയാണ്. നിങ്ങളുടെ ഈ സിദ്ധാന്തം വിജയിപ്പിച്ചെടുക്കാനുള്ള നിങ്ങളുടെ ഈ ശ്രമം നല്ലതാണ്, പക്ഷേ ദൈവ മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം മറന്നുപോരും. ദൈവവേകനാണ്, ത്രിയേകനോ അല്ലെങ്കിൽ തൃത്വമാണ്, 3 വ്യക്തികൾ കൂടിയതാണ് എന്നൊരിടത്തും പറയുന്നില്ല. ദൈവം ഒരുവനാണ്. ഗലാത്യലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം ഒരുവനാണ്, മൂവരാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ അത് വളരെ ദോഷമുള്ള കാര്യം തന്നെയാണ്. ഒന്നുമല്ലെങ്കിലും താങ്കളൊരു പാസ്റ്ററാണ്, അനേകരെ പഠിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെയാണോ ഒരു ഭാഗം പഠിപ്പിക്കുന്നത്? വളരെ തെറ്റായ ഒരു പാഠമാണ് താങ്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം തങ്ങളുടെ വിശ്വാസികൾ തന്നെ വളരെ വളരെ തെറ്റായിട്ട് തന്നെ ചിന്തിക്കും. അത് ഞങ്ങളുടെ പ്രശ്നമല്ല, അത് താങ്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാമും തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അപ്പോ 3 പേരെ വന്നത് പറഞ്ഞ് 19-ാം അധ്യായത്തിൽ 2 ദൂതന്മാരെ കാണും. അപ്പൊ യഹോവയായ ദൈവമായിരുന്നു ഒരാൾ. അപ്പോ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിച്ച് നിങ്ങൾ പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതായത് സാറിന്റെ അഭിപ്രായത്തിൽ പിതാവ് മേളിലേക്ക് കയറിപ്പോയി, പുത്രനും പരിശുദ്ധാത്മാവും അവിടെ ഉണ്ട്. അതാണ് സാറിന്റെ പഠിപ്പിലെങ്കിൽ കേൾക്കുന്ന വിശ്വാസികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സാറ് തന്നെ കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും. അത് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഗോഡ് ബ്ലെസ് യു.